സ്ത്രീധന പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശിലാണ് ഈ സംഭവം. ഭോപ്പാലിൽ 33-കാരിയായ ടിഷ ശർമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ടിഷ സ്വന്തം വീട്ടിൽ അറിയിച്ചിരുന്നു. ഭർത്താവ് സമർത്ഥനെയും മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ YS അഭിനന്ദാണ് നൽകുന്നത്. അഭിനന്ദ, ഈ ടിഷ അനുഭവിച്ച പീഡനം എന്തൊക്കെയാണ്? വീട്ടിൽ അറിയിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്താണ്? ഈ ഭർത്താവും ഭർത്തൃമാതാവും എങ്ങനെയാണ് ഈ മരണത്തിന് ഉത്തരവാദികളായതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ ഒരു സ്ത്രീധന പീഡനം ഇപ്പോഴും ആവർത്തിക്കുന്നു. അപ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെ അവിടെ ഉയർന്നു വന്നിട്ടുണ്ടാവും അല്ലേ? സ്ത്രീധനം മൂലമുണ്ടാകുന്ന ആത്മഹത്യ, കൊലപാതകങ്ങൾ, മരണങ്ങൾ ഇതൊരു തുടർക്കഥയായി രാജ്യമെമ്പാടും മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഷിഹാസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴാണ് ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധ്യപ്രദേശ് ഭോപ്പാലിൽ നിന്നാണ് ഇത്തരത്തിലേക്കൊരു വാർത്ത ഇന്ന് പുറത്തു വരുന്നത്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഗ്രേറ്റർ നോയിഡ സ്വദേശിയായിട്ടുള്ള ത്രിഷ ശർമ്മ ഒരു MBA വിദ്യാർത്ഥിനി കൂടിയായിരുന്നു. കഴിഞ്ഞ 5 മാസം മുമ്പാണ് വിവാഹം കഴിച്ച് മധ്യപ്രദേശ് ഭോപ്പാലിലേക്ക് പോകുന്നത്. ഇവരൊരു ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് പരിചയപ്പെടുന്നത്. സമർത്ഥ് എന്നാണ് ഈ ഭർത്താവിന്റെ പേര്. അതിനുശേഷം ഇവർ നല്ല ബന്ധത്തിലായിരുന്നു. ഏതാണ്ട് 20 ലക്ഷം രൂപയാണ് സ്ത്രീധനമായിട്ട് നൽകിയത്. ഒരു കാറും ഒപ്പം തന്നെ ധാരാളം ആഭരണങ്ങളും ഒക്കെ ആ ഘട്ടത്തിൽ സ്ത്രീധനമായി നൽകുന്നു. ആഡംബരത്തോടുള്ള വിവാഹം, പിന്നാലെ തുടങ്ങി മാനസിക സമ്മർദ്ദം. അത് അങ്ങേയറ്റം സമ്മർദ്ദം പണത്തിന് വേണ്ടിയാണ് ഈ ഭർത്താവും നടത്തിയതെന്നാണ് നിലവിൽ വ്യക്തമാകുന്ന വിവരം. ഈ വിവാഹം കഴിഞ്ഞ് പിറ്റേ നാൾ മുതൽ വീണ്ടും 10 ലക്ഷം രൂപ നൽകണമെന്നും കുറേയധികം ആഭരണങ്ങൾ ഇനിയും കിട്ടാനുണ്ടെന്നും കാറും മൊബൈൽ ഫോണും അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ത്രിഷ ശർമ്മയ്ക്ക് നേരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഇക്കാര്യം ഒന്നും ത്രിഷ വീട്ടിൽ അറിയിച്ചിരുന്നില്ല, സുഹൃത്തുക്കളോടും ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ മാനസിക സമ്മർദ്ദം അത് വലിയ തോതിലെത്തിയപ്പോഴാണ് സുഹൃത്തുക്കളോട് ത്രിഷ ഇക്കാര്യം പറയുവാൻ ആരംഭിച്ചത്. ഇന്നലെയാണ് തൻ്റെ സഹോദരനോട് വാട്സപ്പിലൂടെ മെസ്സേജുകളായിട്ട് ഈ കാര്യങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ഫോണിലൂടെ അമ്മയെ വിളിക്കുന്നു. പിന്നാലെയാണ് ത്രിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായിട്ടുള്ള വാർത്ത. അത് ഭർത്താവ് തന്നെ ഈ വീട്ടിൽ അറിയിക്കുന്നത്. ഇതിന് പിന്നാലെ ഇവിടെ എത്തുന്നു. ഇത്തരത്തിലേക്കൊരു സംശയം തങ്ങൾക്കുണ്ടെന്നും ആ വിവരങ്ങളൊക്കെ, ഡിജിറ്റൽ തെളിവുകളൊക്കെ പോലീസിന് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് ത്രിഷ ശർമ്മ നേരിട്ടത് കൊടിയ മാനസിക പീഡനമാണെന്നും ഒടുവിൽ ഭർത്താവിനെയും മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതുവരെയും സമർത്ഥ കുറ്റം സമ്മതിച്ചിട്ടില്ല. താൻ അത്തരത്തിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സമർത്ഥ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തള്ളുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി ധാരാളം സംഘടനകളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട്. കൃത്യമായ സമഗ്രമായ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പക്ഷേ അത് നന്നായി തന്നെ നടക്കുന്നുവെന്നും കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രിയും പോലീസും അടക്കം ത്രിഷയുടെ കുടുംബത്തിൽ നൽകിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് തെളിവുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ടെന്നും പറയുന്നുണ്ട്. ശരി, YS അഭിനന്ദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മധ്യപ്രദേശ് ഭോപ്പാലിലാണ് ഒരു 33 വയസ്സുകാരി സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടും അവസാനിക്കുന്നില്ല. മധ്യപ്രദേശിൽ തന്നെ ജബൽപൂരിൽ ഒരു 20 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടി സമാനമായ രീതിയിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരണം സംഭവിച്ചിരിക്കുന്നു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.